السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഈ സംസാരം അടുത്തു നിന്നും അകലെ നിന്നുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ സഹോദരി സഹോദരന്മാർ, വിശ്വാസികളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും കൽപ്പിച്ചിട്ടുള്ള വിഷയം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നതും നാളെ റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കണം എന്നതാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ വളരെ ഹ്രസ്വമായ സമയം നിശ്ചയിക്കപ്പെട്ട നമുക്ക് നാളെ റബ്ബിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മുടെ ഹ്രസ്വമായ ജീവിതത്തിൽ നാം ചെയ്ത പ്രവർത്തനങ്ങൾ പ്രതിഫലാർഹമായി തീരണം എന്നതാണ്. അങ്ങനെ പ്രതിഫലാർഹമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്, പകർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കുറേ നന്മകൾ ചെയ്യണം എന്ന് പറയുകയായിരുന്നില്ല. നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയുക മാത്രമല്ല, നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറയുക മാത്രമല്ല, നിങ്ങൾ സകാത്ത് കൊടുക്കണമെന്ന് പറയുക മാത്രമല്ല, നിങ്ങൾ ഐച്ഛികമായ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് പറയുക മാത്രമല്ല, ആ പ്രവർത്തനം എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, എപ്പോഴാണ് എന്ന് വളരെ കണിശവും കൃത്യവുമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഒരു പ്രവാചകനെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയോഗിച്ചു തരുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ ഇഷ്ടപ്പെടുകയും ആ പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്നത് ഒരു വിശ്വാസിക്ക് നിർബന്ധമായി തീർന്നത്. ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് ദിക്റുകൾ ചൊല്ലേണ്ടത്, ഞാൻ എങ്ങനെയാണ് തസ്ബീഹുകൾ ചൊല്ലേണ്ടത്, ഞാൻ എങ്ങനെയാണ് പള്ളിയിലേക്ക് നടന്നു പോകേണ്ടത്, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ കൃത്യമായ ഒരു ഉസ്വത്ത് ഹസന, നല്ല മാതൃക, ഉന്നതമായ ഉദാത്തമായ മാതൃക, അത് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യം,
لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. لقد كان لكم في رسول الله أسوة حسنة. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിൽ ഉത്തമ മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾക്ക് സ്വാംശീകരിക്കണോ? ആ മാതൃക നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണോ? ആ മാതൃകയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കണോ? അതിനെന്താണ് ചെയ്യേണ്ടത്? ആർക്കാണത് ഉപകാരപ്പെടുന്നത്? ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ. അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന, അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുന്ന, വദക്കറല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന വിശ്വാസികൾ ആരാണോ ആ വിശ്വാസികൾക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബിൽ ഉത്തമ മാതൃകയുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിട്ടല്ലാതെ ഒരു മനുഷ്യന് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ സാധ്യമല്ല, അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. നബി തങ്ങളെ ഇത്തിബാ ചെയ്യാതെ, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിതത്തിൽ അവന്റെ ചര്യയാക്കി മാറ്റാതെ ഒരാൾക്കും അല്ലാഹുവിലേക്ക് അടുക്കുക സാധ്യമല്ല. ഒരാൾക്കും അല്ലാഹുവിനോടുള്ള ഇഷ്ടം പൂർത്തീകരിക്കാനും സാധ്യമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ നബിയേ, നീ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുവീൻ, യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുകയും ചെയ്യുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വെച്ച ഈ രണ്ട് ആയത്തുകൾ ആമുഖമായി പറഞ്ഞു വെക്കാനുള്ള കാരണം, നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ, നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, മുസ്ലിം സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ കാണാം. പള്ളികളിൽ നടത്തുന്നത് കാണാം, പള്ളികളുടെ പുറത്ത് നടത്തുന്നതും കാണാം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുമായി എത്ര ബന്ധമുണ്ടെന്ന് പരിശോധിക്കണം. എത്ര ബന്ധം അതിനുണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏറ്റവും അടുത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അഥവാ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഈ പാറമ്മലങ്ങാടിയിലെ പല മുസ്ലിം വീടുകളിലും അവർ നോമ്പ് അനുഷ്ഠിച്ചവരായിരുന്നു. അത് തിങ്കളാഴ്ച നോമ്പല്ല, കാരണം നോമ്പ് അനുഷ്ഠിച്ചത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ തിങ്കളാഴ്ച നോമ്പല്ല. തിങ്കളാഴ്ച നോമ്പാണെങ്കിൽ അത് സുന്നത്താണ്, കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചര്യയാക്കി കാണിച്ചു തന്നതാണ്. അതൊരു വ്യാഴാഴ്ച ദിവസമല്ല, കാരണം വ്യാഴാഴ്ച ദിവസം നോമ്പ് സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചര്യയാക്കി കാണിച്ചു തന്നതാണ്. എന്നാൽ അത് 13, 14, 15 എന്നറിയപ്പെടുന്ന ദിവസങ്ങളാണോ? അല്ല. കാരണം റജബ്
13, 14, 15 കഴിഞ്ഞു പോയിട്ട് നാളുകൾ, ദിവസങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും 13, 14, 15 അല്ല. കാരണം ആ നോമ്പ് സുന്നത്താണ്. കാരണം അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് റജബ് 27 നോമ്പാണ്. ആ നോമ്പ് അള്ളാഹുവിന്റെ ഹബീബ് നോറ്റിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റിട്ടില്ല. റജബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്രാ മിഅ്റാജ് പോയതാണ് എന്ന് അസന്നിഗ്ധമായി പറയുക സാധ്യമേ അല്ല എന്നാണ്. സാധ്യമേ അല്ല എന്ന് മാത്രമല്ല, റജബ് 27 അല്ലെങ്കിൽ റജബിലാണ് മിഅ്റാജ് ഉണ്ടായത് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് വരെ കഴിഞ്ഞകാല പണ്ഡിതന്മാർ പറഞ്ഞു. ഞാൻ അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ നോമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിട്ടില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രാഇന്റെ തുടക്കം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തിന്റെ പ്രഖ്യാപനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നടത്തുകയാണ്. ആ ഇസ്രാ യാത്രയിലാണ് മിഅ്റാജ് ഉണ്ടാകുന്നത്. ആ അത്ഭുതകരമായ പ്രവർത്തനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 51-ാമത്തെ വയസ്സിലാണ് പോകുന്നത്. 51-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്. 51-ാമത്തെ വയസ്സിൽ സംഭവിച്ച ഇസ്രാ മിഅ്റാജിന് ശേഷം 63-ാമത്തെ വയസ്സിൽ നബിതങ്ങൾ വഫാത്താകുമ്പോൾ 12 കൊല്ലത്തോളം ഇസ്രാ മിഅ്റാജിന് ശേഷം നബിതങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 12 കൊല്ലത്തിൽ ഒരു വർഷം പോലും റജബ് 27 ഒരു സുന്നത്ത് നോമ്പ് എടുത്തത് സ്വഹീഹായ ഒരൊറ്റ ഹദീസിലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കൽപ്പന നടത്തിയതും പ്രവാചകന്റെ വചനങ്ങളിൽ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരു നൂറ്റാണ്ടുകാലം ഈ ലോകത്ത് ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും തന്നെ റജബ് 27 പ്രത്യേകം ഒരു സുന്നത്ത് നമസ്കാരം നടത്തിയിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പ്രവാചകനായി വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ, ആ പ്രവാചകനെ സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? നബിതങ്ങൾക്കുണ്ടായ ഇസ്രാ മിഅ്റാജിന്റെ പേരിലാണല്ലോ ഒരു നോമ്പ്. അങ്ങനെയെങ്കിൽ അത് ചെയ്തു കാണിക്കേണ്ടത് പ്രവാചകനല്ലേ? തിങ്കളാഴ്ച നോമ്പ് ചെയ്തു കാണിച്ച പ്രവാചകൻ, വ്യാഴാഴ്ചത്തെ നോമ്പ് കാണിച്ചു തന്ന പ്രവാചകൻ, അയ്യാമുൽ ബീദിന്റെ നോമ്പ് കാണിച്ചു തന്ന പ്രവാചകൻ, മുഹറം 9, 10 നോമ്പ് കാണിച്ചു തന്ന പ്രവാചകൻ, അങ്ങനെ തുടങ്ങി ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണിശമായും കൃത്യമായും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, പ്രവാചകന്റെ ചര്യയുടെ അടിസ്ഥാനത്തിൽ, സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി മനസ്സിലാക്കിയ സുന്നത്ത് നോമ്പുകൾ, ആ സുന്നത്ത് നോമ്പുകളെ കുറിച്ച് ചർച്ചയില്ല. ഈ ചൊവ്വാഴ്ചക്ക് തൊട്ടുമുമ്പ് ഒരു തിങ്കളാഴ്ച ഉണ്ടായിരുന്നു, അന്നോ നോമ്പെടുത്തിട്ടില്ല, അത് സ്ഥിരപ്പെട്ടതാണ്. അതിനുശേഷം ചൊവ്വാഴ്ചക്ക് ശേഷം ഒരു വ്യാഴാഴ്ച ഉണ്ടോ, നോമ്പെടുത്തിട്ടില്ല, സ്ഥിരപ്പെട്ടതാ. അപ്പൊ എന്താണ് ഈ ചെയ്തത്? ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഏതെങ്കിലും ഇമാമ് പറഞ്ഞു, പണ്ഡിതൻ പറഞ്ഞു? ഇല്ലില്ല, അത് ദീനല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകനായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തില്ലാത്ത, അവിടുന്ന് ചര്യയാക്കി കാണിച്ചു തരാത്തത് ഒരാൾ
ദീനായി പ്രവർത്തിച്ചാൽ അതൊരിക്കലും അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുമെന്ന് പടില്ല എന്ന് മാത്രമല്ല, അയാൾ ശിക്ഷക്ക് അർഹനായി തീരുക തന്നെ ചെയ്യും. ഞാനൊരു സംഭവം പറയാം. മഹാനായ സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രധാനിയാണ്. അദ്ദേഹം സുബഹി നമസ്കാരത്തിന്റെ സമയത്തിന് മുമ്പ് പള്ളിയിലുണ്ട്. ആ സുബഹി നമസ്കാരത്തിന്റെ സമയത്തിന് മുമ്പ്, സുബഹിയുടെ ജമാഅത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. അങ്ങനെ മഹാനായ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ അപ്പുറത്തു നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. അയാൾ സുദീർഘമായ നിസ്കാരമാണ്. ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു അതാ മഹാനവർകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇതെന്താണ് നിങ്ങൾ ചെയ്തത്, എന്താണ് നിങ്ങൾ ഈ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുകയാണ്, അല്ലാഹു ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കുമോ? ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, നോമ്പെടുത്തതിൽ കുറ്റം കിട്ടോ? എന്തെങ്കിലും പറയണ്, നോമ്പെടുത്തതിന്റെ പേരിൽ ശിക്ഷയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ലാ, ഇല്ലടോ, നിസ്കരിച്ചതിന് ശിക്ഷ കിട്ടുകയില്ല, നിസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുകയില്ല. പക്ഷേ നിനക്ക് ശിക്ഷ കിട്ടും. എന്തുകൊണ്ടാണെന്നറിയോ? വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫിസ് സുന്നഹ്. നീ ഇപ്പോൾ ചെയ്ത പണി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരാണ്, നബിതങ്ങളുടെ ചര്യയ്ക്ക് എതിരാണ്, നബിതങ്ങളുടെ നിസ്കാരം കാണിച്ചു തന്നതിനെതിരാണ്. അതുകൊണ്ട് തന്നെ നിന്റെ നിസ്കാരത്തിനല്ല, നീ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരായി പ്രവർത്തിച്ചതിനാണ് ശിക്ഷ എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം കണ്ണ് തുറന്ന് പിടിച്ച് പ്രമാണങ്ങളെ നോക്കണം, കാത് തുറന്ന് കേൾക്കണം. ആരെങ്കിലും ഒരാള്, ഒരു പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ, അയാൾ പറഞ്ഞു എന്നതുകൊണ്ട് ദീനാവില്ല. ദീനാവണോ? അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കണം, അവിടുന്ന് ചെറിയാക്കി കാണിച്ചു തരണം. അവിടുത്തെ സ്വഹാബത്ത് അത് ജീവിതത്തിൽ പകർത്തി പിൻഗാമികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടത്. അതുകൊണ്ടാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തീർച്ചയായും മനുഷ്യർക്കൊരു കാലം വരാനുണ്ട്, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ അവസ്ഥ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി അതിങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് മരണപ്പെടുന്നു, സുന്നത്ത് ഇല്ലാതാക്കപ്പെടുന്നു, ബിദ്അത്തുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഏതുവരെ? ഹത്താ തഹിയൽ ബിദ്ഉ വ തമൂതുസ് സുനൻ. സുന്നത്ത് മരിക്കുകയും ബിദ്അത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലം കടന്നു വരുന്നുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. 27-ന് നോമ്പ്, അതിനു മുമ്പത്തെ തിങ്കൾ നോമ്പില്ല, അതിനുശേഷം വരുന്ന വ്യാഴാഴ്ച നോമ്പില്ല, അതിനു മുമ്പ് കഴിഞ്ഞുപോയ 13, 14, 15 നോമ്പില്ല. അത് നോമ്പെടുക്കാൻ ആളുകൾ ശക്തമായി പറയുന്നതും കേൾക്കുന്നില്ല. ഇങ്ങനെ നോക്കുങ്ങൾ ധാരാളം. പക്ഷെ പലപ്പോഴും പറയാറുള്ളത്, പ്രവാചകന്റെ സുന്നത്ത് അനുധാവനം ചെയ്യണം, അതാണ് പ്രവാചക ചര്യയാണ് നമ്മുടെ ദീനിന്റെ അടിത്തറ എന്ന് പറയുന്ന സലഫികളെ കുറിച്ച് ശക്തമായി പറയും, ഇവർ ബിദ്അത്തിന്റെ കക്ഷികളാണ്.
കാരണം എന്താ? ഇവർ ബിദ്അത്തിന്റെ കക്ഷികളാണെന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ചെയ്തൊരു പണി ബിദ്അത്താവണമല്ലോ. ഇത് ഉദാഹരണം പറയാം. പാറമ്മലങ്ങാടിയിൽ ഒരു പുതിയ പള്ളി വന്നിട്ടുണ്ട്. പാറമ്മലങ്ങാടിയിലെ പള്ളി സുന്നിപ്പള്ളിയാണ്. സുന്നിപ്പള്ളിയാണ്. എന്തുകൊണ്ട്? സുന്നത്ത് നടപ്പിൽ വരുത്തുന്ന പള്ളിയുടെ പേരാണ് സുന്നിപ്പള്ളി. എന്നാൽ ബിദ്അത്ത് നടക്കുന്ന പള്ളിയുടെ പേര് സുന്നിപ്പള്ളി എന്നല്ല. പലപ്പോഴും ഒരാൾ വന്നിട്ട് ചോദിക്കും, ഇവിടുത്തെ സുന്നിപ്പള്ളി ഏതാണ്? ഇതാണ് സുന്നിപ്പള്ളി. കാരണം സുന്നത്ത് അവിടെയാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലത്ത് ജീവിച്ചിരുന്നപ്പോഴും അവിടുത്തെ വഫാത്തിന് ശേഷവും സ്വഹാബികൾ മദീനത്തെ പള്ളിയിൽ അവിടുന്ന് നടപ്പിലാക്കിയ, അവിടുന്ന് ചെയ്തതും സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്തിയതുമെല്ലാം. ഏറ്റവും വലുത് പറയാറുള്ളത് ഈ മുജാഹിദുകളുടെ പള്ളി, ആ പള്ളിയിൽ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്, അതുകൊണ്ട് അത് ബിദ്അത്തിന്റെ പള്ളിയാണ്. പെണ്ണുങ്ങൾ വിളിക്കണ്ട. അപ്പൊ ആ പള്ളി പെണ്ണുങ്ങൾ പോകുന്നുണ്ട്, അതുകൊണ്ട് ബിദ്അത്തിന്റെ പള്ളിയാണ്. അതെങ്ങനെയാകുക? അങ്ങനെയാണെങ്കിൽ മസ്ജിദുൻ നബവി ബിദ്അത്തിന്റെ പള്ളിയാന്ന് പറയണ്ടേ? ഇന്നിപ്പോ റൗള സന്ദർശനം കൃത്യം ടൈം നിശ്ചയിച്ച്, ഓരോരുത്തരുടെയും ടൈം നിശ്ചയിച്ച് കയറ്റാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം, എല്ലാവരും കയറിപ്പോകുന്നത് ബാബുന്നിസായിലൂടെയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പാറമ്മലങ്ങാടിയിലെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഇനി ഉംറയ്ക്ക് പോവുകയാണെങ്കിൽ മസ്ജിദുൻ നബവിയിൽ റൗളയിലേക്ക് പ്രവേശിക്കുവാൻ ഊഴം കാത്തിരുന്നിട്ട് അവിടുന്ന് നമ്മളോട് റൗളയിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവിടുത്തെ ഓഫീസർമാര് നമ്മളെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ബാബുന്നിസാ, സ്ത്രീകളുടെ വാതിൽ.
സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഒരുമിച്ച് ഇശാ ജമാഅത്തിന് പോകും. നമ്മുടെ റഹ്മാനി അതിൻ്റെ ക്ലാസ്, ഈ പ്രഭാഷണം അവസാനിച്ച ശേഷം. അപ്പോൾ ആരും ഇപ്പോൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവസാനിച്ച ശേഷം നമ്മൾ ഒരുമിച്ച് പോയി നിസ്കരിച്ച് അടുത്ത പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. അത് ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവി സ്ഥാപിച്ച അഥവാ ഉണ്ടാക്കിയ ആ സന്ദർഭം മുതൽ സ്ത്രീകൾക്ക് കടന്നു പോകാനുള്ള വാതിലാണ് ബാബുൻ നിസാ. മസ്ജിദുൻ നബവി പല വർഷങ്ങളിൽ വിശാലമായി അതിൻ്റെ വീതിയും നീളവുമെല്ലാം വർദ്ധിപ്പിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച ആ വാതിൽ ഇപ്പോഴും നമുക്ക് കാണാം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്ത്രീകൾ ഒരു പെണ്ണ് വന്നിട്ട് ചോദിച്ചു റസൂലുള്ളാഹിനോട്, നബിയെ, ഞങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ വരുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ റസൂൽ പറഞ്ഞു, നീ ഇവിടെ അല്ല നിസ്കരിക്കേണ്ടത്, വീട്ടിന്റെ ഉള്ളിന്റെ 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 ഇനി ഏതെങ്കിലും ഒരു ഉള്ളുണ്ടെങ്കിൽ ആ ഉള്ളിലാണ് എന്നാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് എന്താണ്, എങ്ങനെയാണ്, ആ വിഷയം എന്താണ് നാട്ടുകാർക്കറിയില്ല. നാട്ടുകാർ മുഴുവനും കേൾക്കാറുള്ളത് ഉള്ളിന്റെ 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 ഉള്ള്. എന്നാൽ ഈ ഉള്ളൊന്നും ഇപ്പൊ ബാധകമല്ലല്ലോ. ഇപ്പൊ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പള്ളിയോട് ചാരിയിട്ടൊരു പള്ളി, ജാറങ്ങളിൽ പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ വാതിലോ പ്രത്യേകമായ സ്ഥലമോ ഒന്നുമില്ല. മോരും മുതിരയും മധുരം അവിടെ ഉള്ളു 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 ഇല്ല. കാരണം ഉള്ളിലിരുന്ന ഇവിടെ പൈസ കിട്ടൂല. അപ്പൊ അവിടെ പെണ്ണിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഹദീസില്ല. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ സംഭവം? മഹദിയായ ഉമ്മു ഹുമൈദ് സാഇദി റളിയല്ലാഹു അൻഹ, മഹദി അവർകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞ ആദ്യത്തെ വാചകം പലപ്പോഴും ഉസ്താദുമാര് പറയാറില്ല, പതുക്കെ അങ്ങോട്ട് മാറ്റിവെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? യംനഉനാ അസ്വാജുനാ, നബിയെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ തടയുകയാണ്. അന്തു സ്വല്ലി മഅക വനുഹിബ്ബു സ്വലാത മഅക, നബിയെ, ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം വന്ന് നിസ്കരിക്കണമെന്ന് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അവർ ഞങ്ങളെ തടയുന്നു, വീട്ടിൽ നിന്ന് പോകരുതെന്ന് പറയുന്നു. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാ ഭർത്താക്കന്മാർക്ക് ഇഷ്ടല്ലേ, ഞങ്ങൾ വീട്ടിൽ തന്നെ നിന്നോളീൻ, നിങ്ങൾ വീട്ടിൽ തന്നെ നിന്നോളീൻ. ഭർത്താക്കന്മാർക്ക് താല്പര്യമില്ലേ, അവർ തടുക്കുകയാണോ, എന്നങ്ങൾ വീട്ടിൽ ഇരുന്നോളീൻ, വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചോളീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ തടയാത്ത ഭർത്താക്കന്മാര് തടഞ്ഞില്ലെങ്കിലോ? അതേ തടയുന്നു എന്ന വർത്തമാനം വന്നപ്പോൾ റസൂലുള്ള സ്വഹാബത്തിനോട് അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നു, ഇദസ്തഅ്സനത് അഹദികും, നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ, കാരണം പെണ്ണ് പുറത്തു പോകണമെങ്കിൽ ഭർത്താവിന്റെ അനുവാദം ഉണ്ടാവണമല്ലോ. അങ്ങനെ അനുവാദം ചോദിച്ചാൽ എന്തിന്? പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ ഫലാ തംനഅഹാ, അവളെ നിങ്ങൾ തടയരുത് കേട്ടോ. കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഭാര്യമാർ, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനിൽ നിന്ന് ദീന് പഠിച്ച് പണ്ഡിതത്വ സൂര്യ തേജസ്വിയായി മാറിയ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, മഹദി അവர்கள் പറയുന്നത് വളരെ കൃത്യമായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. മഹദി അവர்கள் പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس.
സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഒരൊറ്റയാൾ പോലും പെണ്ണ് പള്ളിയിൽ പോകൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യമെന്ന് വായിക്കുന്നവർക്ക് വ്യക്തമാകുന്നതാണ്. അതെ, ഒരു പെണ്ണിന് ഹിജാബിന്റെ ആയത്തിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തു പോകാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന ഉസ്താദുമാരോട് പറയട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി പറയുകയാണ്, ഹുന്ന നിസാഉൽ മുഅ്മിനാത്ത്. ചില റിപ്പോർട്ടുകളിൽ കുന്ന നിസാഉൽ മുഅ്മിനാത്ത് അങ്ങനെയുണ്ട്. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ ഞങ്ങളായിരുന്നു. അതേ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ യശ്ഹദന മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി, സുബഹി നമസ്കാരത്തിന് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ പങ്കെടുക്കാറുണ്ട്. എങ്ങനെയാ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത്? മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന. അതേ, ആ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവരുടെ മൂടുപടം അണിഞ്ഞുകൊണ്ടാണ്. ثم ينقلبن إلى بيوتهن حين يقضين الصلاة. നിസ്കാരം, സുബഹി നമസ്കാരം കഴിഞ്ഞ പെണ്ണുങ്ങൾ വീട്ടിലേക്ക് പോകും. ലാ യഅരിഫുന്ന അഹദുൻ. ആ പെണ്ണുങ്ങളെ ഒരാളും തിരിച്ചറിഞ്ഞിരുന്നില്ല. മിനൽ ഗലസി. ഒന്ന് മൂടുപടമുണ്ട്, രണ്ടാമത്തത് നല്ല ഇരുട്ടുള്ള സമയമാണ്. ഈ ഹദീസിന്ന് ശാഫിഈ പണ്ഡിതന്മാര് അവര് പഠിച്ച മസല എന്താണെന്നറിയോ? നിസ്കാരം, സുബഹി നമസ്കാരം അത് നല്ല ഇരുട്ടുള്ള സമയത്ത് തന്നെ നിർവഹിക്കണം. ഉണ്ടോ? അപ്പൊ മൂടുപടം ഇട്ടുകൊണ്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിരുന്നു. ഈ ഹദീസിൽ കാണാം, ഈ ഹദീസ് വിശദീകരിക്കുന്നു. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി വിശദീകരിച്ച വാക്ക് എന്താണെന്നറിയോ? ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവും, ഫിൽ ഹദീസ് ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹ് ഫി അവ്വലിൽ വഖ്ത് وجواز خروج النساء إلى المساجد لشهود الصلاة في الليل ويؤخذ منه جوازه في النهار من باب أولى لأن الليل مظلة الريبة أكثر من النهار. വല്ലാത്തൊരു വർത്തമാനം. അദ്ദേഹം പറയാണ്, ഈ ഹദീസിൽ നിന്ന് പെണ്ണുങ്ങൾ സുബഹി നിസ്കാരത്തിൽ നേരത്തെ പോകൽ സുന്നത്താണ്. അവ്വൽ വഖ്തി, ആദ്യം തന്നെ പോകണമെന്ന് പറഞ്ഞു. വജവാസു ഖുറൂജ് നിസാഇല ഇൽ മസാജിദ്, പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോണ എന്തിന്? ഉസ്താദിന്റെ അടുത്തുനിന്ന് നൂല് മന്ത്രിക്കാനല്ല, ഉസ്താദിന്റെ അടുത്തുനിന്ന് മസ്അല ചോദിക്കാനല്ല, ഉസ്താദിന്റെ അടുത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനല്ല. ലിശുഹൂദി സ്വലാ, നിസ്കാരത്തിന് സന്നിധനാകാനാണ്, നിസ്കരിക്കാൻ വേണ്ടിയാണ്. ഫില്ലൈലി, രാത്രിയിലാണ് പോയത്. ഈ രാത്രിയിൽ പോയി എന്നതുകൊണ്ട് രാത്രിയിൽ പോയി എന്ന് വന്നാൽ പകൽ എന്തുകൊണ്ട് പോവാം? കാരണം എന്താ? പകലിനേക്കാൾ സംശയങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളത് രാത്രിയാണ്. ആ ഇരുട്ടുള്ള രാത്രിയിൽ പോയി എന്ന് വന്നാൽ പകൽ എന്തുകൊണ്ടും പോകാം പറഞ്ഞത് ഇബ്നു ഹജർ അസ്ഖലാനി. ഇനി കേൾക്കണോ? രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇതേ ഹദീസ് വിശദീകരിക്കുന്ന മുസ്ലിമിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫീഹാ ജവാസു ഹുദൂരി നിസാഇ അൽ ജമാഅത ഫിൽ മസ്ജിദി. ചില ആളുകൾക്ക് സംശയം വരും, പെണ്ണുങ്ങൾക്ക് ജമാഅത്തുണ്ടോ, ജമാഅത്തിന് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കലുണ്ട്. ഇതാ രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്, വഫീഹാ, ഈ ഹദീസിലുണ്ട്, ജവാസു ഹുദൂരി നിസാ, പെണ്ണുങ്ങൾ ഹാജരാകൽ അനുവദനീയമാണ്, വരൽ അനുവദനീയമാണ്. എന്തിന്? അൽ ജമാഅത്ത, ജമാഅത്ത് നിസ്കാരത്തിന്. എവിടെ? വീട്ടിൽ നടക്കുന്ന ജമാഅത്തല്ല, അങ്ങാടിയിൽ നടക്കുന്ന ജമാഅത്തല്ല, ഫിൽ മസ്ജിദ്, പള്ളിയിൽ. ഇനി പറ, പാറമ്പലങ്ങാടിലെ പള്ളി സുന്നി പള്ളിയാണോ? ആണോ? പറയും, ആണോ അല്ലേ? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രവാചക ചര്യ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിലേക്ക് മടങ്ങ്.
നമ്മുടെ നാട്ടിലെ മഹല്ലിൽ എത്രയോ സ്ത്രീകളുണ്ട്, അവർക്കൊന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന ആഗ്രഹം, സമ്മതിക്കില്ല. അള്ളാന്റെ ദീനിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട മതത്തിൽ അതൊക്കെ പ്രശ്നമാണ്. ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്, അവർക്ക് ഒരു വീട്ടിൽ അവരുടെ വാപ്പയോ ഉമ്മയോ അവരുടെ കുടുംബക്കാരോ അവരുടെ മക്കളോ ഭർത്താവ് തന്നെയോ ഒന്ന് മരിച്ചാൽ അവരുടെ മയ്യിത്ത് നിസ്കരിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, മയ്യിത്ത് നിസ്കരിക്കാൻ പോലുമുള്ള അവകാശമില്ല. അത് പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ നിസ്കരിച്ചു പോയാൽ പുരുഷന്മാരുടെ നിസ്കാരം സഹിയാകാതെ വരുമെന്ന വെറും ബഡായി പൊട്ടിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രവാചക ചര്യയിലേക്ക് മടങ്ങണമെന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, വലിയ വലിയ ഉസ്താദുമാരപ്പുറത്തുണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെ പ്രവാചക ചര്യ വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. പിന്നെ പറയാനുള്ളൊരു വലിയ ആക്ഷേപമുണ്ട്, നിങ്ങളുടെ പള്ളിയിൽ മലയാളത്തിലല്ലേ ഖുത്ബ എന്ന് പറയാം. ശരിയാണ്, അറബിയിലും മലയാളത്തിലും കൂടിയാണ് മുജാഹിദ് പള്ളിയിൽ ഖുത്ബ, വെറും പിന്നെ അറബിയിലല്ല. അറബിയുണ്ട്, മലയാളമുണ്ട്. അതായത് ഹംദും സ്വലാത്തും അങ്ങനെ തുടങ്ങുന്നതൊക്കെ അറബിയിൽ, ജനങ്ങളോട് പറയേണ്ട കാര്യം മലയാളത്തിൽ. ഇത്ര വ്യത്യാസമുള്ളൂ. ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ മലയാളത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്ത് ഈ അറബിയിലായിരിക്കണം എന്ന നിബന്ധന അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണോ കൽപ്പിച്ചതാണോ? അല്ല. എന്ന ഏത് മദ്ഹബിലാണ് ഇത് നിർബന്ധാക്കിയത് അല്ലെങ്കിൽ നിബന്ധനയാക്കിയത്? ശാഫിഈ മദ്ഹബ് നോക്ക്. എനിക്ക് പറയാൻ നേരമില്ല, പറഞ്ഞാൽ അത് മാത്രം പറയേണ്ടതുണ്ട് കുറെ സമയം. ശാഫിഈ മദ്ഹബിൽ 5-ാം നൂറ്റാണ്ട് വരെ, ശ്രദ്ധിക്കുങ്ങള്, 5-ാം നൂറ്റാണ്ട് വരെ വിരചിതമായ ഗ്രന്ഥങ്ങളിൽ ഒരിടത്ത് പോലും എന്തില്ല, ഖുത്ബ അറബി ഭാഷയിലായിരിക്കണം എന്ന നിബന്ധനയില്ല. ഖുത്ബ അറബി ഭാഷയിലായിരിക്കണം എന്ന നിബന്ധനയില്ല. ധാരാളം ഗ്രന്ഥങ്ങൾ ഞാൻ എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഷർത്ത് പറയുമ്പോ അറബി പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്നാണ് അറബി പറഞ്ഞത്? ഞാൻ അതിന്റെ ഒരു ഉദ്ധരണി വായിച്ചു തരാം. ഇമാം റാഫിഈ പറയാൻ, വഹാദ ആഖിറു മാ ദക്കറഹു ഫിൽ കിതാബ് മിൻ വാജിബാത്തിൽ ഖുത്ബ വവറാഅഹാ വാജിബാത്തുൻ ഉഖർ മിൻഹാ കൗനുഹാ ബിൽ അറബിയ്യ കമാ സബഖ വമിൻഹാ നിയ്യത്തുൽ ഖുത്ബ വഫർളിയതിഹാ കമാ ഫി സ്വലാ ഹുക്കിയ അനിൽ ഖാളി ഹുസൈൻ ഇസ്തിറാത്തു ദാലിക്. റാഫിഈ പറയാൻ, നിയ്യത്ത് ഖുത്ബ അതിന്റെ ഷർത്തുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാജിബാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ വേറെ ചില വാജിബാത്തുകൾ ഉണ്ട്. അതൊന്ന് അറബിയിലായിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിലുള്ളത് പോലെ നിയ്യത്ത് വേണമെന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇത് രണ്ടും കടത്തിക്കൂട്ടിയ ആളാരാ? ഹുക്കിയ അനിൽ ഖാളി ഹുസൈൻ ഇസ്തിറാത്തു ദാലിക്. ഇത് ഷർത്താണെന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്നയാൾ ഖാളി ഹുസൈനാണ്. അതേ ഇമാം പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു. 7-ാം നൂറ്റാണ്ടിൽ ഇമാം നബവി തന്റെ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത്, ഇസ്തറതഹുമാൽ ഖാളി ഹുസൈൻ. ഖാളി ഹുസൈൻ എന്ന് പറയപ്പെടുന്ന 5-ാം നൂറ്റാണ്ടുകാരനായ പണ്ഡിതനാണ് ഇതുകൂടി ഷർത്താണ് എന്ന് പറഞ്ഞത് എന്നാണ്. നിങ്ങൾ നോക്കൂ, 5 നൂറ്റാണ്ട് വരെ ശാഫിഈ മദ്ഹബിലെ ഒരു ഗ്രന്ഥത്തിലും സ്ഥാനം പിടിച്ചിട്ടില്ലാത്ത, ഒരു പണ്ഡിതന്മാർക്കും അറിയാത്ത ഒരു പുതിയ ഷർത്ത് ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ഖാളി ഹുസൈൻ. അതേ ഖാളി ഹുസൈൻ എന്ന് പറയപ്പെടുന്ന പണ്ഡിതനാണ് റസൂലുള്ളാഹിന്റെ മൂത്രവും കാഷ്ടവും താഹിറാണ്, ശുദ്ധിയാണ് എന്ന് പറഞ്ഞ പുതിയ വാദം കൊണ്ടുവന്നയാൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഖാളി ഹുസൈന് മുമ്പ് കടന്നുപോയ മദ്ഹബി പണ്ഡിതന്മാർ, മദ്ഹബിന്റെ കിതാബ് എന്നറിയപ്പെടുന്ന കിതാബുൽ ഉമ്മ, അതുപോലെ തന്നെ മുഖ്തസറുൽ മുസ്നി തുടങ്ങുന്ന മദ്ഹബിന്റെ കിതാബുകളുണ്ട്, ഇറാഖി കിതാബുകളുണ്ട്, ഖുറാസാനി കിതാബുകളുണ്ട്. ഇല്ല, അവിടെ ഒന്നുമില്ല. 5-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ സംഗതി തന്നെ കടന്നു വരുന്നത് നമുക്കറിയാം. അപ്പൊ നോക്കുമ്പോൾ നമ്മൾ കൃത്യമായി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം. അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, മഖ്സൂദുൽ ഖുത്ബത്തി അൽ വഅൽ. ഖുത്ബയുടെ ലക്ഷ്യം തന്നെ വഅലാണ്, ഉപദേശമാണ്. ഉപദേശം മനസ്സിലാകണമെങ്കിൽ
ഉപദേശിക്കുന്നവൻ ഉപദേശിക്കപ്പെടുന്നവന് മനസ്സിലാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാവണം. അത് കൃത്യമാണ്. പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞതാണ്. മീൻചന്തയിൽ വെച്ചുണ്ടാക്കിയ ഒരു പ്രമേയത്തിലാണ് അതുവരെ ഇവിടെ നടന്ന ഖുതുബ പരിഭാഷ പോലും മുൻകറത്താണ്, ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം സമസ്ത പാസാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് പ്രവാചക ചര്യയിലേക്ക് മടങ്ങണമെന്നാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരിക. അത് പ്രവാചകൻ പഠിപ്പിച്ച ദിക്റായാലും തസ്ബീഹായാലും തഹ്ലീലായാലും എന്തായാലും. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുത്തുബിയത്ത്, റാത്തീബ്, സിവിൽ ക്രിമിനൽ റാത്തീബുകൾ, അങ്ങനെ ഹദ്ദാദ് റാത്തീബ്, അങ്ങനെ തുടങ്ങുന്ന ധാരാളം സ്വലാത്തു നാരിയത്ത്, സ്വലാത്തു താജ്, സ്വലാത്തുൽ ഫാത്തിഹ തുടങ്ങുന്ന സ്വലാത്തുകൾ, ഇതെല്ലാം അള്ളാന്റെ റസൂലിന് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാത്ത ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും പറയുന്നതും പ്രവാചക ചര്യയിലേക്ക് മടങ്ങണമെന്നാണ്. അതാണ് അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ റബ്ബിന്റെ അടുത്തെത്തുന്ന സമയത്ത് നമുക്ക് രക്ഷ വേണോ എങ്കിൽ പ്രവാചക ചര്യ ജീവിതത്തിൽ പകർത്തിയേ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ് ഖൈർ. ജസാക്കല്ലാഹ്. സഹോദരന്മാരെ, ഇശാ ജമാഅത്ത് നമസ്കാരത്തിന് നമ്മൾ പിരിയാണ്. നമസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും തിരിച്ചെത്തുക. പെട്ടെന്ന് തന്നെ നമ്മുടെ